മാർവലിലെ ഏറ്റവും പുതിയ സീരീസായ എക്കോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ എപ്പിസോഡുകളും സാധാരണ ആഴ്ചയിലാണ് ഇറക്കുക. ഇതൊരു മിനി സീരീസാണ്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിന് 5 എപ്പിസോഡുകളും ഒറ്റയടിക്ക് ഇറക്കിയത്. സോ ആൾക്കാർ നിർത്തി പോകണമെന്നുള്ള സ്ട്രാറ്റജി കൊണ്ടായിരിക്കും ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. സോ ഇത് മറ്റ് മാർവൽ സീരീസുകളിൽ അത്രയും വീക്കസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ നല്ലതൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക്, എന്നാൽ വലിയ കാര്യമില്ല എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നൊരു സാധനമാണ്. കാരണം ഇത് മെയിൻലി ഈ മായ ലോപ്പസ് എന്ന് നമ്മൾ ഓൾറെഡി ഹോക്കയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി പോലെ കാണിക്കുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സീരീസാണ്. സോ ഇതിൽ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷിക്കുക കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് സാധനങ്ങളാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ഡ്രാമ പേസിലാണ്, കുറച്ചും കൂടി ഇമോഷണൽ ട്രാക്കിലാണ് ഈ സാധനം പോകുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ്, ഒരു റെഡ് ഇന്ത്യനാണ് ഈ ഒരു ക്യാരക്ടർ. സോ അതിലുണ്ടാവുന്ന കുറച്ച് പാസ്റ്റ് ഇഷ്യൂസൊക്കെയാണ് സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ അവരുടെ ആ ഒരു ട്രൈബും അതുമായി ജനറേഷൻ നടക്കുന്ന കുറേ സാധനങ്ങളൊക്കെ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീരീസിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് എവിടെയും വരുന്നില്ല. കുറേ കാര്യങ്ങൾ കുറേ സ്ഥലത്ത് അടിപൊളിയാക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇവരങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് സീരീസിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കുറേയൊക്കെ നമ്മൾ ഈ കണ്ട് മടുത്ത സാധനങ്ങൾ റിപ്പീറ്റ് വരുമ്പോൾ അടുത്തെന്ത് നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. സോ വെറുതെ കുറേ കാലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു സാധനമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ ചില നേരത്തേക്ക് ഹോക്കയിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ചില ഫൂട്ടേജസൊക്കെ എടുത്തിട്ട് ഇതിൽ ചുരുങ്ങിയിട്ടുണ്ട്. ഡെയർ ഡബിളിൻ്റെ കാര്യമായിരുന്നു ഇതിൽ വലിയ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയർ ഡബിൾ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞു, അതിന് തന്നെ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിക് സ്ട്രാറ്റജി തന്നെ അതായിരുന്നു. പക്ഷേ ഡെയർ ഡബിൾ വരുന്നുണ്ട്, ആളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തിനു വന്നു എന്നുള്ള മോഡായി കണ്ടു കഴിഞ്ഞപ്പോൾ. ആളെയും അലമ്പാക്കി വിട്ടിട്ടുണ്ട്, ഓൾറെഡി മറ്റേ അലമ്പാക്കി വിട്ടു. സോ ഇതല്ല ഡെയർ ഡബിൾ, നിങ്ങൾ ഇത് കണ്ടിട്ടാണ് ഡെയർ ഡബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ഉണ്ട്, അത് കണ്ടു നോക്കാം. ദാറ്റ്സ് ഡെയർ ഡബിൾ. അതാണ് PG-13 ആണിത്, അത് A rated ആണ്. അതാണ് R rated ഡെയർ ഡബിൾ, കിഡിലിനാണ്. ഇതിൽ മൂപ്പരൊന്നുമല്ല. ഇതിൽ ജസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട്, ഇവരുടെ ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയിൽ ഒന്ന് ഇരുന്ന് എണീക്കുന്ന പോലത്തെ ഒരു സാധനം ഉണ്ട്. എൻ്റെ മോനെ, ഞാനിത് എത്ര വട്ടം റിപ്പീറ്റ് അടിച്ചു എന്ന് എനിക്കറിയില്ല. മോശം, അത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നല്ലതായിട്ടല്ല ഞാൻ റിപ്പീറ്റ് അടിച്ചത്. എന്ത് കൂറിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുമാതിരി ഗെയിമിൻ്റെ VFX പോലെ ഉണ്ട് അത്. ഇനിയിപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വൻ ശോകം. ഇത് എന്തിനാണ് പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പൊക്കൂടി ഇമ്മാതിരി സാധനങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കണം. സോ വെറുതെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒക്കെ ചിലവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടാവുകയും ചെയ്യും. സോ എനിക്ക് പേഴ്സണലി വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ മറ്റിപ്പോൾ ഷീഹൾക്കൊക്കെ പോലെ അത്തപ്പത്തിച്ചൊരു സാധനമല്ല, ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് മാർവൽ സാധനം. സോ വേണമെങ്കിൽ എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടോ MCUവിൽ അല്ലെങ്കിൽ അടുത്ത ഫേസിലെന്നൊക്കെ ചോദിച്ചാൽ ഇല്ല താനും. സോ ഇതിപ്പോൾ കണ്ടെങ്കിലും കണ്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇനി അടുത്ത് വരാതിരിക്കുന്ന സാധനങ്ങളിലൊന്നും ചിലപ്പോൾ ഇൻവോൾവ്മെൻറ്റ് വരും. ചിലപ്പോൾ ഒരു പക്ഷേ അവസാനത്തെ എൻ ക്രെഡിറ്റിൽ ഇപ്പോൾ കിങ് പിനൊക്കെ ഉണ്ട്. കിങ് പിന് ഒരു ഡെയർ ഡബിൾ കാണാം, കിങ് പിൻ ഇതൊന്നുമല്ല. മൂപ്പറുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെ ഉണ്ട്, അതിൽ പൊളിയാണ്. സോ ഹോക്കയിലും അലമ്പായിരുന്നു. സോ മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ആക്ഷൻ സീക്വൻസുകളൊന്നും തീരെ കുറവാണ്. ഉള്ളതൊക്കെ തന്നെ വെറുതെ കണ്ണിപ്പൊടിയാനുള്ള സാധനങ്ങൾ. സോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ അവസാനിച്ച ഒരു എന്തൊക്കെയോ ആണ് എക്കോ എന്നെനിക്ക് തോന്നി. സോ ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ അഭിപ്രായം. സോ മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.